ഇത് ഇതൊരു ആയുർവേദ ഓയിൽമെന്റാ. ഇത് തൊലിപ്പുറത്തുണ്ടാകുന്നത് നമ്മൾ കുട്ടിക്കാലം മുതലേ വിൽക്കുന്ന ഒരു ഓയിൽമെന്റാ. സജറ ലേപനം അതിൻ്റെ പേര്. ഇതൊരു 10-35 കൊല്ലമായിട്ട് വിൽക്കുന്ന കുട്ടിക്കാലം മുതലേ. ഇത് വേറെ എവിടെ കിട്ടൂല. ഇത് പണ്ട് ലാടോ വൈദ്യന്മാരുണ്ടാക്കിയ മരുന്നാ സജറ ലേപനം. ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി വെച്ചാണ് ഞാൻ ഫോട്ടോസ്. ഈ ഫോട്ടോസിൽ ഇപ്പോൾ ചിലർക്ക് ഒരു സംശയം തോന്നിയതൊക്കെ അത് ഈ പറയുന്ന ഏത് ചർമ്മരോഗവും ഈ ഒറ്റ ഓയിൽമെൻറ്റോടെ മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നുവെച്ചാൽ ഒരു 15-16 കൊല്ലമൊക്കെ പഴക്കമുള്ള ഇതേപോലെ അലർജിൻ്റെ ചൊറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 10-15 കൊല്ലം പഴക്കമുള്ളതൊക്കെ ഇതുകൊണ്ട് മാറിയിട്ടുണ്ട്. ഓ, നല്ല റിസൾട്ട്. അതുപോലെ തന്നെ കാല് വിള്ളിച്ചൊക്കെ ചില ആളുകൾ ഒരുപാട് പൈസ ചിലവാക്കും. അതൊക്കെ തണുപ്പാകുമ്പോഴേ യാസിയാവാം. അത് കഴുകി നല്ലോണം തുടച്ചിട്ട് നമ്മൾ ക്രീമൊക്കെ പറ്റണമാതിരി ആവശ്യമുള്ള ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ തേച്ച് പിടിപ്പിച്ചാൽ ഇത് കാല് വിള്ളിച്ചൊക്കെ രാത്രി പറ്റിയാൽ രാവിലത്തേക്ക് തന്നെ വേദന മാറും. പിന്നെ അത് മുടങ്ങാതെ അടുപ്പിച്ച് പറ്റിയാൽ അടയാളം വരെ ഉണ്ടാവില്ല. അപ്പം കാല് വിള്ളിച്ചൊക്കെ മാത്രമല്ല, അതുപോലെ ചുണ്ടൊക്കെ വരഞ്ഞ് പൊട്ടിയാൽ മരുന്ന് നമുക്ക് ചുണ്ടത്തും പുരട്ടാം. ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലൊന്നും പേടിക്കണ്ട. അങ്ങനത്തെ ഇതിനകത്തൊരു കെമിക്കലും ഇല്ല. തുളസി, ബ്രഹ്മി, രക്തിചന്ദനം, ചെഞ്ചല്യം, പച്ചക്കർപ്പൂരം, കസ്തൂരി, മഞ്ഞൾ, ശുദ്ധമായി വെളിച്ചെണ്ണ. അരിമ്പാറക്ക് പാലുണ്ണിക്കൊക്കെ അതിൻ്റെ മേലെ ഉടങ്ങനെ ഇട്ടിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി രാവിലെയും രാത്രി. അത് ചുരുണ്ട് വന്നിട്ട് അടർന്ന പോരും. ഇത് ചെറുത് 60 ഉറുപ്പ്യ, അതിന് വലുതോ 100 ഉറുപ്പ്യ, അതിന് വലുതോ 120 ഉറുപ്പ്യ. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. ആദ്യം വാങ്ങിനാ ഇവിടെ ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ച. 60 മതിയാ. അത് ചിലപ്പോൾ ഒന്ന് കുട്ടികൾക്ക് വരെ പരറ്റാം. ഒന്നും പേടിക്കാനില്ല. കുട്ടികൾക്ക് കരപ്പൻ്റെ ചൊറയ്ക്ക് ഈ പമ്പേഴ്സ് കെട്ടിയിട്ട് അലർജി ആയാൽ, കൊതുക് അടിച്ചിട്ട് അലർജി ആയാൽ അതിനൊക്കെ കുട്ടികൾക്ക് പരത്തി കൊടുക്കാം. നോട്ടീസിൽ വെച്ചോളേ. പിന്നെ എന്താ സംശയം തോന്നിയാൽ വിളിച്ച് ചോദിക്കുക. നോട്ടീസ് പോയാൽ സ്റ്റിക്കറിൻ്റെ മുകളിൽ നമ്പറുണ്ട്, നമ്പറിൽ വിളിച്ചാൽ മതി. എന്ത് സംശയം തോന്നിയാലും വിളിച്ച് ചോദിക്കാൻ മടിക്കണ്ട. 60 മതിയാ. നമ്മളാദ്യം വാങ്ങിയതാ. പൈസ പറയുന്ന. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവാൻ കാരണം അതാണ്. അത് മേടിച്ച് ഉപയോഗിച്ച് പരിചയമുള്ള ആളുകളൊക്കെ ആവശ്യം വരുമ്പോൾ അതാത് സ്ഥലത്ത് വരും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ പുതിയ സ്ഥലത്തൊന്നും പോകില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വെള്ളിയാഴ്ച ഇവിടെ തന്നെ ഉണ്ടാവും. തിരൂര്. പിന്നെ വെള്ളിയാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാകുക. കോഴിക്കോട് മൊയ്തീൻ പള്ളീൻ്റെ വലത് ഭാഗത്ത് ഞായറാഴ്ച ഉണ്ടാവും. പിന്നെ ചേളാരിയാണ് പിന്നെ സ്ഥിരമായിട്ട് ചൊവ്വാഴ്ച ചേളാരിയിലുണ്ടാവും. ചേളാരിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം പോലെ പോകുന്ന ഒരു 10-25 കൊല്ലം കഴിഞ്ഞ് ചേളാരിയൊക്കെ. അപ്പോൾ അതുപോലെ ചൂടുകുരുവിന്, രോമക്കുരുവിന്, ചോരക്കുരുവിന്, കുട്ടികൾക്കൊക്കെ അമിതമായിട്ട് മോക്കുരുവിൻ്റെ കല, ചിക്കൻ ബോക്സ് ഉണ്ടാകുന്ന കല, ഈ കറുപ്പ് കരിമംഗലമ്പുള്ള കല. കറുപ്പ് കരിമംഗലമ്പുള്ള കലകൾക്കൊക്കെ ഒരു 1-1.5 മാസമോ ചിലത് 2 മാസമൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 60 ഉറുപ്പ്യൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിയിട്ട് 4 ദിവസം തേച്ചിട്ട് ആ കല പോയില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചൊറിച്ചലിന് കാല് വിള്ളിച്ചൊക്കെ ചെറിയൊരു ബോട്ടിൽ പറ്റുമ്പോൾ തന്നെ അതിന് മാറ്റം കാണാം. ഈ വരണ്ട ചർമ്മത്തിന് ഇപ്പോൾ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികൾക്കൊക്കെ ഈ കാലിൻ്റെ മുട്ടുംകാലിൻ്റെ താഴെ ഇതേമാതിരി ഒരു വരണ്ട മാതിരി ചർമ്മത്തിലുണ്ടായിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര പോറ. ഇതൊക്കെ പൈസ ചിലവാക്കും, കുറേ പൈസ ചിലവാക്കും. സാമ്പത്തികമുള്ളവരാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ